ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നത്. നമ്മൾ രാത്രിയത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ ഉണ്ടാക്കുന്നത് മസാല പൊറോട്ടയും പിന്നെ ചിക്കൻ അൽഫാമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ മസാല പൊറോട്ട ഉണ്ടാക്കുന്ന അനിയത്തിയാണ്, ചിക്കൻ അൽഫാം ഉണ്ടാക്കുന്നത് ഞാനും. അപ്പോൾ ഞാൻ ഇതിന് മുമ്പിട്ട വീഡിയോയിൽ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അനിയത്തിൻ്റെ സ്പെഷ്യലൊന്നും ഇല്ലെന്ന്. അപ്പോൾ ഓൾ പറഞ്ഞ് ഞാൻ മസാല പൊറോട്ട ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ അൽഫാമും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി. അപ്പോൾ ഇതാ 3 കപ്പ് മൈദയും 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തത്. അതിലേക്ക് 1/4 കപ്പ് തരിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഓളം ഒഴിച്ച് കൊടുക്കുന്നത്, ഓളം അളവിന് ഒഴിച്ച് കൊടുക്കുന്നതാണ്. പിന്നെ 2 ടേബിൾ സ്പൂണ് RKG. പിന്നെ വേണ്ടത് 3 മുട്ട, അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ പൊറോട്ടൻ്റെ കറക്റ്റ് അളവ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതിൽ നോക്കിയാൽ മതി കേട്ടോ. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് അളവ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മുട്ടയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പൊറോട്ടയ്ക്ക് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. നമ്മൾ പാത്രത്തിൽ നിന്ന് കുഴക്കുന്നതിനെക്കാട്ടി നല്ലത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് കുഴക്കുന്നതായിരിക്കും. അപ്പോൾ അതവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിത് അൽഫാമിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ചിക്കന്. എന്നിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറുങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ, മസാല പിടിച്ചിട്ടിട്ടാൻ വേണ്ടിയിട്ട് ചെറുങ്ങനെ ഒന്ന് ഇതുപോലെ കീറി കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് അരച്ചെടുക്കണം. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി പിന്നെ പുതിനച്ചപ്പ്. ഞാനിവിടെ വെളുത്തുള്ളി 15 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ പുതിനച്ചപ്പും. നമുക്കിതെല്ലാം കൂടിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് തന്നെ 3 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി അരച്ചെടുത്തിട്ട് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കനിൽ ഈ മസാല നല്ലോണം പിടിച്ച് വരണം, അതുവരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. നല്ലോണം മസാല പിടിച്ചിട്ട് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. നമ്മൾ തലേന്ന് രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ചിക്കന്. അപ്പോൾ നിങ്ങൾ കൂടിയത് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കാൻ നോക്കാം. ഇത് മസാല പൊറോട്ടക്കുള്ള മസാല തയ്യാറാക്കി വെക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3-4 ടേബിൾ സ്പൂണോളം ബട്ടർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂണ് മല്ലിച്ചപ്പ് ചെറുതായിട്ട് മുറിച്ചത്, പിന്നെ 2 ടീസ്പൂണ് ക്രഷ് ചെയ്ത മുളകില്ലേ, കായ്മുളക്, അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ലേശം ഒറിഗാനോ, 1/4 ടീസ്പൂണോളം മതി. പിന്നെ ഉപ്പില്ലാത്ത ബട്ടറാണെങ്കിൽ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാല പൊറോട്ടക്കുള്ള മസാല ഞാൻ ഇതെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞതാണ്, കുക്കു ഞാനൊരു പാട്ട് പാടിക്കോട്ടെ, കുക്കു എന്നെ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിപ്പോയി. ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് വരും, ഓനെയും കൂടി എടുക്കണമെന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് അൽഫാം മസാലയ്ക്ക് വേണ്ടിയിട്ട് മസാല കുറച്ച് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ ക്യൂബില്ലേ അത് 1 പീസ്, പിന്നെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, 1 ടീസ്പൂണ് ഗരം മസാല പൗഡർ,
1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നമ്മൾ പത്തിരിക്കെല്ലാം എടുക്കുന്ന അരിപ്പൊടിയില്ലേ, അതും കൂടി ഇട്ടിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം കൂടിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 മണിക്കൂറിന് ശേഷം ചിക്കന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പം പൊടിച്ച് വെച്ച മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കായ്മുളകില്ല, ഉണക്കമുളക്, അത് ഒരു 10 എണ്ണം ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ കൂടുതൽ പൊടിച്ചെടുക്കണ്ട, ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില നമുക്ക് മിക്സിൻ്റെ ജാറിൽ തന്നെ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതും ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് പിന്നെ ചിക്കനിൽ ഈ മസാലയെല്ലാം ഒന്ന് പിടിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ, അത്രയും മതി. പിന്നെ ഞാനിതിൽ ഉണക്കമുളക് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. അത് പിന്നെ ഒരു 20 എണ്ണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ 10 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഞാൻ പിന്നെ ഇവിടെ മക്കളുള്ളതുകൊണ്ട് കുറച്ച് എരിവ് കുറച്ചതാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം എരിവെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ എരിവാണെന്നുണ്ടെങ്കിൽ 20 എണ്ണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് പൊറോട്ടക്കുള്ള മാവ് നമ്മൾ കുഴച്ച് വെച്ചില്ല, അത് ഇതാ പരത്തിയെടുക്കുന്നുണ്ട്. അനിയത്തി തന്നെയാണ് പരത്തിയെടുക്കുന്നത്. ഇങ്ങനെ വലുപ്പത്തിൽ പരത്തിയെടുത്തതിന് ശേഷം കോല വെച്ചിട്ട് തന്നെയാണ് പരത്തിയത്. കോല വെച്ചിട്ട് പരത്തിയതിന് ശേഷം ഇതാ നടുവിൽ ഇങ്ങനെ മുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാവിന് 2 പൊറോട്ട അങ്ങനെയാണ് ആക്കിയിട്ടെടുക്കുന്നത്. എന്നിട്ട് അപ്പുറം ഇപ്പുറം നമ്മൾ ബട്ടർ മസാലയില്ലേ, അത് ഇതുപോലെ തേച്ച് കൊടുക്കാൻ. എന്നിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക, ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരാൻ. അപ്പോൾ ഇത് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ സാധാരണ പൊറോട്ട ചുറ്റുന്നില്ല, അതുപോലെ തന്നെ ഇങ്ങനെ ചുറ്റിച്ച് എടുക്കാം. ഇതുപോലെ. ഇനി ബാക്കിയുള്ള മാവ് ഇതുപോലെ പരത്തിയിട്ട് മസാല തേച്ചിട്ട് നമുക്ക് ഇതുപോലെ റോൾ ചെയ്തിട്ട് ചുറ്റിച്ചെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിക്കനിടെ 1/4 മണിക്കൂറായി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് ഇനി നമുക്ക് ചിക്കന് ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതാ ഓവണിലാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓവണിൻ്റെ ആ ഗ്രില്ലുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തടയിട്ട് അതിൻ്റെ മേലെ ഈ ചിക്കന് വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഓവണിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. എനിക്ക് ഇതിനെ പറ്റിയിട്ട് അങ്ങനെ അറിയില്ല. എന്നാലും ഞാനിപ്പോൾ യൂട്യൂബ് നോക്കിയിട്ട് പിന്നെ ആ ഒരു കണക്കിൽ ടൈമെല്ലാം വെച്ചിട്ടാണ് ഇപ്പോൾ ചുട്ടെടുക്കുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തന്നെ ഇങ്ങനെ ഓവണോ അല്ലെങ്കിൽ നമ്മൾ കനൽ കത്തിച്ചിട്ടുള്ള ഗ്രില്ല് ചെയ്തിട്ടെടുത്താലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇത് നല്ല മസാലയാണ്, നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ഓവണിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാല വെച്ചിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അടിപൊളി ടേസ്റ്റാണ്. അതിന് അടുത്തതായിട്ട് ഇതാ പൊറോട്ട ഇപ്പുറത്തുനിന്ന് അനിയത്തി ചുട്ടെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പരത്തുന്നില്ല പൊറോട്ട, അതുപോലെ തന്നെ പരത്തിയിട്ട് ചൂടായ ഓട്ടിൽ വെച്ചിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം. പൊറോട്ടയും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് ഇതും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിന്ന് ഈ 2 റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഈ 2 റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. പിന്നെ ഈ പൊറോട്ട ചുട്ടതിന് ശേഷം മേലിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണം. അങ്ങനെ കൂടുതൽ മെൽറ്റാകാത്ത ബട്ടർ ഉണ്ടാവില്ല, അത് ലേശം അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിലേക്ക് പൊറോട്ട നല്ല ചൂടുണ്ടാണ്. എന്നിട്ട് അതിൻ്റെ മേലെ തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പൊറോട്ടയിലൂടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ചിക്കനാകണം. ചിക്കന് ഏകദേശം ആകാനായിട്ടുണ്ട്. ചിക്കൻ ആകുമ്പോഴത്തേക്ക് ഞാൻ ഈ പാത്രം ഒന്ന് കയറ്റെടുക്കട്ടെ എന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ സമാധാനത്തിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാമല്ലോ. അല്ലാണ്ട് നമ്മൾ പാത്രമെല്ലാം കഴുകാനുണ്ടാകുമ്പോൾ സമാധാനത്തിൽ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പാത്രം കൂടി ഉണ്ടാവുമല്ലോ കഴുകാൻ, അപ്പോൾ പിന്നെ കുറേ ആവും. അപ്പോൾ ഞാൻ ഈ പാത്രം കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിക്കന് ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് അനിയത്തി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഗ്രില്ല് ചെയ്തതിൻ്റെ പാത്രം കൂടി ട്രേയും പിന്നെ
എന്താ പറയുക കമ്പിയെല്ലാം ഞാൻ കഴുകി വെക്കുന്നുണ്ട്. അതും കൈയോടെ കയറ്റി വെച്ചാൽ പിന്നെ അത്ര വലിയ പണി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇതാ ഞാൻ അതിൻ്റെ പാത്രം കൂടി കയറ്റി വെക്കുന്നുണ്ട് ഓവൻ്റെ. ഇനി കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ ഞാൻ സോപ്പെല്ലാം ഇട്ടിട്ട് നല്ലോണം തേച്ചിട്ടുണ്ട്. പിന്നെ അതുമല്ല നമ്മൾ പൊറോട്ട പരത്തിയാൽ കുറേ നെയ്യ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ എണ്ണ മേക്കെല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് സോപ്പെല്ലാം ഇട്ടിട്ട് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പും പിന്നെ സിങ്കും അതും കൂടി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു കുറ്റി പുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കിയ പിന്നെ എല്ലാവരും അങ്ങ് തിന്നോളും. അപ്പോൾ അതും കൂടി ഇപ്പോൾ അവിടെ ചൂടാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയുള്ളത് മയോണൈസ് ഉണ്ടാക്കലാന്ന്. പിന്നെ അപ്പോൾ ഇതിന് പൊറോട്ടയ്ക്ക് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, വെറും നമ്മൾ ചിക്കൻ മാത്രമേ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ അനിയത്തി ഇടുന്ന് മയോണൈസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചിക്കന് ചുട്ട് കഴിഞ്ഞേരം പിന്നെ ഇതുപോലെ ചാർക്കോൾ കത്തിച്ചിട്ട് നടുവിൽ വെച്ച് കൊടുത്തിന്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും ആ ഒരു ചോയലുണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ഞാൻ ഫോയിൽ പേപ്പറിനെ കൊണ്ട് പൊത്തി വെച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി. നല്ല ടേസ്റ്റാണ്. ഞാനിത് 2-3 പ്രാവശ്യം ഉണ്ടാക്കിന്. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമായി ഇത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ചിക്കന് പൊറോട്ടയ്ക്ക് മാത്രമല്ല നമ്മുടെ കുബൂസിന് അമ്മൂസിനെല്ലാം നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള പാത്രമാണ് ഇപ്പോൾ കയറ്റി വെക്കുന്നത്. അത് അനിയത്തിയാണ് കഴുകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തോടെ നമ്മൾ ഈ കിച്ചണിലെ ഈ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.